ഇനി നമ്മൾ ഈ പല സ്കൂളുകളിൽ ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. എല്ലാ സ്കൂളുകളും ഉണ്ട്. ഇപ്പോൾ ചാത്തന്നൂരിലെ LMS LP സ്കൂളിൽ നമ്മുടെ പ്രതിനിധി അരുൺ രാജ് ഉണ്ട്. അവിടെ നടക്കുന്ന പ്രവേശനോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഓവർ ടു അരുൺ രാജ്. ഗുഡ് മോർണിംഗ് അരുൺ രാജ്, പറയും. SKN ചാത്തന്നൂർ LMS സ്കൂളിലാണ്. ഈ സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങളും അതിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളിവിടുത്തെ ഒരു ആശങ്കയാണ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാതയുടെ പണികൾ നടക്കുകയാണ്. ഈ പണികൾ നടക്കുമ്പോൾ ഈ LMS സ്കൂൾ LP സ്കൂളാണ്. ഇതിന് അപ്പുറത്ത് തന്നെ LKG UKG സ്കൂൾ കൂടിയുണ്ട്. ഈ ദേശീയപാതയോരത്തെ സ്കൂളുകളുടെ അവസ്ഥയാണിത്. വലിയ രീതിയിലുള്ള കുഴികൾ ഈ സ്കൂളുകളുടെ സമീപത്തായി തന്നെയുണ്ട്. നമ്മുടെ കുരുന്നുകൾ ഈ പഠിക്കാൻ എത്തുമ്പോൾ ഈ ഒരു മഴ പെയ്താൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളടക്കം മണിക്കൂർ നിന്ന പെയ്ത മഴയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായ സ്കൂളാണ്. ഈ ഒരാൾ പൊക്കത്തിലാണ്, അല്ലെങ്കിൽ ഒരാൾ താഴ്ചയിൽ നിന്ന് പോലും ഇത്രയും താഴ്ചയിലാണ് ഈ കുഴികളുള്ളത്. നമുക്ക് വലിയ രീതിയിൽ വെള്ളക്കെട്ട് പല മേഖലയിലും ഉണ്ടാകുന്നുണ്ട്. ഈ കുരുന്നുകൾ, ഈ കൊച്ചു കുട്ടികളാണ് ഇവിടെ പഠിക്കാൻ എത്തുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു അടിയന്തരമായ ശ്രദ്ധ വേണം എന്ന ആവശ്യം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം വരും ദിവസങ്ങളിലടക്കം വലിയ ആശങ്കാജനകമായ സാഹചര്യം അടക്കം ഉണ്ടാകുന്നു. നമ്മൾ ഈ സ്കൂളിന് സമീപത്തെ വെള്ളക്കെട്ടൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ. കൊച്ചുങ്ങളൊക്കെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനിപ്പോൾ സർക്കാർ ചെയ്യണ്ടേ? ഈ പ്രവേശനോത്സവം അടക്കം ആഘോഷമായി നടത്തുമ്പോഴും രക്ഷകർത്താക്കളുടെ ആശങ്കകൾ അത് പരിഹാരം ഉണ്ടായേ മതിയാവൂ. മറ്റൊന്ന്, ഈ അലക്ഷ്യമായി ഇത്തരം കേബിളുകൾ ഈ സ്കൂളിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ ഇങ്ങനെ തന്നെ പലയിടവും ഉണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ കേബിളുകൾ, K-ഫോണിൻ്റെ അടക്കം കേബിളുകൾ ഈ ഓരോ ലൈനിൽ നിന്നും താഴോട്ട് കിടക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ അടക്കം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രവേശനോത്സവം അതിഗംഭീരമായി നമ്മൾ കൊണ്ടാടുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന ആവശ്യം രക്ഷിതാക്കളും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റും മുന്നോട്ട് വെക്കുന്നു. സ്കൂൾ മതിൽ പോലുമില്ല. ഈ സ്കൂൾ പല സ്കൂളുകൾക്കും ഇപ്പോൾ ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് മതിലുകൾ പൊളിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം യാതൊരു മുന്നൊരുക്കങ്ങളും ഉണ്ടാകുന്നില്ല ദേശീയപാതയുടെ സ്കൂളുകൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ആശങ്കകൾ കൂടി നിലനിൽക്കുന്നു പ്രവേശനോത്സവത്തിലെ ഈ ദിവസം എന്നുള്ളതും നമ്മൾ ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റുകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. താങ്ക് യു അരുൺ രാജ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.